KPCC പ്രസിഡന്റ് ഇതിൽ രണ്ടാം പ്രതിയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ മോൺസന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടുമില്ല. കെ സുധാകരന്റെ വിഷയം അന്ന് ഹൈക്കോടതിയിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ട് പോലുമില്ല. DIG സുരേന്ദ്രൻ പ്രതിയാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ പ്രതിയാണ്. അവർക്കെതിരെയുള്ള ഒന്നും കുറ്റപത്രം കൊടുക്കാതെ KPCC പ്രസിഡന്റെയും അദ്ദേഹത്തിന്റെ അനുയായിയെയും മാത്രം മോൺസനെയും ഉൾപ്പെടുത്തി, മോൺസൺ എന്തായാലും ഉൾപ്പെടുത്തണമല്ലോ, ഒന്നാം പ്രതിയല്ലേ, അപ്പൊ അദ്ദേഹത്തെയും ഉൾപ്പെടുത്തി ഒരു ഭാഗിക കുറ്റപത്രം കൊടുക്കുന്നതിലൂടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? പിന്നെ സുധാകരൻ പ്രതിയായതിൽ മറ്റൊരു വിഷയം, സുധാകരൻ പണം വാങ്ങുന്നത് കണ്ടു എന്നുള്ള മോൺസന്റെ ജീവനക്കാരുടെ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. മോൺസന്റെ ജീവനക്കാരായ ചില ആളുകളെ വെച്ചിട്ട് 164 മൊഴികൾ കൊടുപ്പിച്ചുകൊണ്ട് KPCC പ്രസിഡന്റിനെയും ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സഹായിയെയും 2ഉം 3ഉം പ്രതികളാക്കിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചു. അപ്പം ബാക്കിയുള്ള ആളുകൾക്കെതിരെ ഇതുവരെ കുറ്റപത്രം കൊടുത്തിട്ടില്ല. ഒരു ഭാഗികമായിട്ടുള്ള കുറ്റപത്രം കൊടുക്കുമ്പോൾ രാഷ്ട്രീയ പ്രേരിത, കാരണം ഇലക്ഷന്റെ സമയമാണിത്. മോൺസന് സുരക്ഷ ഒരുക്കാൻ ആവശ്യമായ റിക്വസ്റ്റ് മോൺസൺ പോലീസ് ചീഫിന് കൊടുക്കുന്നത് മെയ് 30-ാം തീയതി. അപ്പം 11-ാം തീയതി ബെഹ്റ വന്നതിന് ശേഷമാണ് സുരക്ഷ ആവശ്യപ്പെട്ട് കത്ത് കൊടുക്കുന്നത്. അപ്പോൾ 11-ാം തീയതി വന്നപ്പോൾ മോൺസനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട ആളുകൾ 30-ാം തീയതി മോൺസന്റെ അപേക്ഷ വാങ്ങിയിട്ട് ജൂൺ 13-ന് സുരക്ഷ ഏർപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ അതിനർത്ഥം എന്താ? 11-ാം തീയതി ഇവർ വന്നപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്ന് പറയുന്നത് കള്ളമായ കാര്യമാണ്. ഇതൊക്കെ ഹൈ വാല്യൂ റയർ യുണീക്ക് ആന്റിക് പീസസ് ആണ് എന്ന് എഴുതി ബെഹ്റ ഒപ്പിട്ട മോൺസനെ അഡ്രസ് ചെയ്ത് കൊടുത്ത ലെറ്റർ തന്നെ ഉണ്ട്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ കോവിഡിന്റെ നിയന്ത്രണമുള്ള സമയത്ത് മോൺസൺ പോയിട്ടുണ്ട്. അവിടെ ഈ പറയുന്ന മുഴുവൻ ഓഫീസേഴ്സിനും കണ്ടിട്ടുണ്ട്. ഇത് ഇല്ലാത്ത കേസ് ഇദ്ദേഹത്തിന്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നത് ഇദ്ദേഹത്തോടുള്ള വിരോധമല്ല, അതിലപ്പുറത്ത് ഇവർക്ക് ഇതിൽ സംരക്ഷിക്കേണ്ട ആളുകളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ്. അവിടെയാണ് പ്രശ്നം. നിരപരാധികളായ ആളുകളെ കൊണ്ട് ഇരകളാക്കിക്കൊണ്ട് കേസ് കൊടുപ്പിച്ചിട്ട് മോൺസനെ പൂട്ടുന്നതിന്റെ കൂടെ ഇപ്പുറത്ത് ഉന്നതരെ സംരക്ഷിക്കുകയാണ്. കോടാനുകോടി രൂപ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളിൽ നിന്ന് പണം വാങ്ങുകയും അവിടെ സംരക്ഷണം ഏർപ്പെടുത്തുകയും അതുപോലെ വ്യഭിചാരം അടക്കമുള്ള കാര്യങ്ങളിൽ കൂട്ടുനിൽക്കുകയും പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്ന ഗുരുതരമായ ആരോപണമാണല്ലോ നമുക്കുള്ളത്. മോൺസൺ മാവുങ്കൽ കേസ് പുതിയ വഴിത്തിരിവിലേക്ക് വരികയാണ്. നേരത്തെ മോൺസൺ മാവുങ്കലിന് 10 കോടി രൂപ കൊടുത്ത 6 പേർ പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് എടുത്തിരുന്നു. ആ കേസ് വലിയ വിവാദങ്ങൾക്ക് വഴിത്തിരിവായി തീർന്നിരുന്നു. ആ കേസിലാണ് മോൺസൺ മാവുങ്കൽ 1-ാം പ്രതിയായും 2-ാം പ്രതിയായി കെ സുധാകരൻ, KPCC പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് കെ സുധാകരൻ 2-ാം പ്രതിയായി ക്രൈംബ്രാഞ്ച് കേസ് എടുത്തത്. തുടർന്ന് കെ സുധാകരൻ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം എടുത്തു. തുടർന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. ഇപ്പോഴിതാ അദ്ദേഹത്തെ 2-ാം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ പരാതിക്കാരായ MT ഷമീർ നമ്മളോടൊപ്പം ഉണ്ട്. നമസ്കാരം. നമസ്കാരം. അതായത് ഇപ്പോൾ പുതിയ വിവാദവുമായിട്ടാണല്ലോ താങ്കൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്താണ് വിവാദം യഥാർത്ഥത്തിൽ? അല്ല, പുതിയ വിവാദം എന്നുള്ളതല്ല, ഈ വിഷയങ്ങൾ ഞാൻ ഒരു വർഷക്കാലമായിട്ട് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് വിഷയം? പക്ഷേ ഇതിൽ ഞാൻ ഉന്നയിക്കുന്ന വിഷയം മോൺസന് ഗുണകരമാകും എന്ന് കരുതിയത് കൊണ്ട് മീഡിയയിലോ മറ്റുള്ള രീതിയിലോ നമ്മളത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട DGP, ക്രൈംബ്രാഞ്ച് DGP തുടങ്ങി പോലീസ് സേനയിലെ തലപ്പത്തുള്ള ആളുകൾക്കും സർക്കാരിനും നിരന്തരം ഇത് റിട്ടേൺ ആയിട്ട് പരാതിയായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നടപടിയെടുത്ത് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തണം, ഈ അന്വേഷണം പ്രോപ്പറായിട്ടുള്ള വഴിക്കല്ല എന്ന് ഞാൻ നിരന്തരം പറഞ്ഞിരുന്നു. പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കേസ് 2021 ജൂലൈ 27-നാണ് ഞാൻ പരാതി കൊടുക്കുന്നത്. അപ്പോൾ ഈ പരാതി ജൂലൈ 27-ന് കൊടുത്തു. സെപ്റ്റംബർ 23-നാണ് ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്യുന്നത്. ഈ കാലയളവിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ പരാതിക്കാരായ ഞങ്ങളെയും കൂടി ഉൾക്കൊള്ളിച്ചിട്ട് ഇതിൽ വസ്തുതയുണ്ടോ, കാരണം ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകൾ, അവിടെ വന്ന ആളുകൾ, മോൺസന്റെ പോലീസ് ഏർപ്പെടുത്തിയ സുരക്ഷാ സംവിധാനങ്ങൾ, ഇതൊക്കെ എൻ്റെ പരാതിയിൽ പറയുമ്പോൾ ഗുരുതരമായ കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിലേക്കൊരു പ്രാഥമികമായിട്ട് അന്വേഷണം വേണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് നിർദ്ദേശിച്ചത്. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞല്ലോ, തുടക്കത്തിൽ തന്നെ എന്തിനാണ് താങ്കളും 6 പേരും ചേർന്ന് 10 കോടി രൂപ മോൺസൺ മാവുങ്കലിന് കൊടുത്തത്? ഇതിൽ പല ആളുകളുടെ അടുത്ത് പല രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. ഒന്നാമത്തെ പ്രശ്നം, ഞങ്ങൾ അവിടെ നിന്ന് ഒരു പുരാവസ്തു വാങ്ങുകയോ ഒരു പുരാവസ്തു വില ഉറപ്പിച്ച് കച്ചവടം ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഈ കേസ് തന്നെ പുരാവസ്തു തട്ടിപ്പ് കേസ് എന്ന് പറയുന്നതിൽ തന്നെ ഞങ്ങളുടെ പരാതിയിലോ ക്രൈംബ്രാഞ്ച് നൽകിയ കുറ്റപത്രത്തിലോ ഒന്നുമില്ല. ഇത് അദ്ദേഹത്തിനൊരു സാമ്പത്തിക വിഷയമുണ്ട് എന്ന്
പറഞ്ഞ് നമ്മളൊരു ഓരോ ആളുകളുടെ കെയർ ഓഫിലാണ് അവിടെ വരുന്നത്. അപ്പോൾ അദ്ദേഹം ആ പുരാവസ്തുക്കളാവട്ടെ, അവിടുത്തെ ആഡംബര കാറുകളാവട്ടെ, ഈ പറയുന്ന വ്യക്തിബന്ധങ്ങളാവട്ടെ, ഈ പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങളാവട്ടെ, ഇതൊക്കെ സറൗണ്ടിങ്സിലുള്ളപ്പം ഇത്രയും ഹൈ പ്രൊഫൈലിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു ക്രൈസിസ് പറഞ്ഞുകൊണ്ടാണ് ശരിക്കും പണം ആവശ്യപ്പെടുന്നത്. അതിന് അദ്ദേഹത്തിന് കിട്ടാനുള്ള പണത്തിന്റെ HSBCയിലെ ബാങ്ക് രേഖകൾ, അതേപോലെ തന്നെ ഈ എത്ര കോടി രൂപയാണ് അദ്ദേഹത്തിന് കിട്ടാനുള്ളത് കാണിച്ചത്? അന്ന് 26,000 കോടി രൂപയുടെ ഒരു രേഖയാണ് കാണിച്ചത്, 2 ഡോക്യുമെന്റ് ആയിട്ട് HSBC. അതെ അതെ 26,000 കോടി രൂപ പുരാവസ്തു വിറ്റ വകയിൽ വിദേശത്ത് നിന്ന് കിട്ടാനുള്ള പണം അല്ലെ? അത് ഞങ്ങളുടെ പരാതിയിൽ പോലും 2,62,000 കോടി എന്ന് വന്നത്, അത് അന്ന് ആ എമൗണ്ട് എഴുതുമ്പോൾ നമ്മൾ വക്കീലിനെ സമീപിച്ച് പരാതി ചെയ്തല്ലോ, അപ്പൊ അതിൽ വന്നൊരു മിസ്റ്റേക്കാണ്. അപ്പൊ അതാണ് ഇപ്പോഴും ആവർത്തിച്ചു. 26,000 കോടിയുടെ ഒരു ഡോക്യുമെന്റാ. പക്ഷെ ഈ 26,000 കോടിയും കിട്ടാനുണ്ട് എന്നുള്ള ഡോക്യുമെന്റ് ഒക്കെ നമ്മൾ പരാതി കൊടുക്കുന്ന ഘട്ടത്തിൽ മോൺസണിൽ നിന്ന് സംഘടിപ്പിച്ചതാണ്. സ്പെഷ്യൽ ബെഞ്ചിന്റെ അന്വേഷണം നടക്കുന്ന സമയത്ത് ആ തുടക്കത്തിൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ പണം കൊടുക്കുന്നത്, ഇദ്ദേഹം ഞങ്ങളെടുത്ത് പറയുന്നത് അദ്ദേഹത്തിന് ഈ ആൻറ്റിക്സ് വിൽക്കാനും വിൽപ്പന നടത്താനും ഇതിനൊക്കെ ഒരു കേസുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്ന് വിറ്റ് കിട്ടിയാൽ എനിക്ക് പണം കിട്ടും, ഓപ്ഷനിൽ വെച്ചാൽ കിട്ടും. അപ്പോൾ ഈ പുരാവസ്തുക്കളൊക്കെ ഒറിജിനലാണെന്ന് കാണിക്കുന്ന രേഖകൾ അതൊന്നും വ്യാജമായ രേഖകളല്ല, ഒറിജിനലാണ് കാണിക്കുന്ന ഒരുപാട് രേഖകൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. രേഖകൾ മാത്രമല്ല, DGP ബെഹ്റയടക്കമുള്ള ആളുകൾ അവിടെ വരികയും ചെയ്തിരുന്നു, സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. DGP ഒപ്പിട്ട രേഖ തന്നെ ഉണ്ട്. പിന്നെ അദ്ദേഹം വന്നു എന്ന് മാത്രമല്ല, ഇതൊക്കെ ഹൈ വാല്യൂ റയർ യുണീക്ക് ആന്റിക് പീസസ് ആണ് എന്ന് എഴുതി ബെഹ്റ ഒപ്പിട്ട മോൺസനെ അഡ്രസ് ചെയ്ത് കൊടുത്ത ലെറ്റർ തന്നെ ഉണ്ട്. മോൺസന് സംരക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുരാവസ്തു ഗവേഷണ സംരക്ഷണം കൊടുക്കണം. ഇത് ഈ വസ്തുക്കൾക്ക്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ വിചാരിക്കുന്നത്, ഇത് ഒറിജിനലാണ്. അപ്പോൾ എന്നിട്ടും ഞങ്ങൾ അത് കച്ചവടം ചെയ്യാൻ പോയതല്ല. അദ്ദേഹത്തിന് ആ തടസ്സം ഉണ്ടെങ്കിൽ മാറിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പേയ്മെന്റ്, അപ്പോൾ ഒരു സാമ്പത്തിക സഹായം എന്നുള്ളവർക്കാണ് യാക്കൂബിന്റെ അടുത്തുനിന്നും ഇവരുടെ അടുത്തും വാങ്ങുന്നത്. അപ്പോൾ വിഷയങ്ങൾ തീർന്നില്ല, അദ്ദേഹത്തിന് വേണ്ടി കേസ് ഉണ്ട്. ഡൽഹിയിലെ ഗുപ്ത അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ ലീഗൽ കൺസൾട്ടൻസി ആണ് കേസ് നടത്തുന്നത്. അവർക്ക് വേണ്ട പണമാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. അതൊക്കെ ഞങ്ങളുടെ പരാതിയിലുണ്ട്. സത്യത്തിൽ നമ്മളൊരു പുരാവസ്തു കച്ചവടം പോയത് അല്ല. അപ്പൊ ഞങ്ങളുടെ പരാതി അങ്ങനെ കൊടുക്കുന്നതിന്, പൈസ കൊടുക്കുന്നതിന് എന്ത് ലാഭമാണ് നമുക്ക് പറഞ്ഞത്? അത് ഇപ്പൊ അദ്ദേഹം ഈ വിഷയം തീർത്തു കഴിഞ്ഞാൽ മോൺസൺ എഡിഷൻ എന്ന് പറയുന്ന പുരാവസ്തു വിൽപ്പന, ആൻറ്റിക്കിൻ്റെ സെയില് ഓപ്ഷനൊക്കെ ചെയ്യുന്ന ഒരു മോൺസൺ എഡിഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി സ്ഥാപിക്കും. അതിന് നമുക്ക് പാർട്ട്ണർഷിപ്പായിട്ട് ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിന് അതിലേക്ക് കടക്കണമെങ്കിൽ ഈ പ്രശ്നം തീരണം. അപ്പോൾ അതിനുള്ളൊരു സാമ്പത്തിക സഹായം ചെയ്താൽ അതിന് നമ്മൾ കൊടുത്ത പണം തിരിച്ചു തരാം, പിന്നീട് എൻ്റെ പ്രശ്നം തീർത്ത സ്ഥിതിക്ക് നമുക്കിത് യോജിച്ചുകൊണ്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അത് പറയുക മാത്രമല്ല, ആ രീതിയിൽ ഈ ആൻറ്റിക്സ് ഒക്കെ പബ്ലിക്കായിട്ടും അതേപോലെ മീഡിയ, പ്രമുഖ മാധ്യമങ്ങളിൽ, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി ഒക്കെ ഇത് പ്രചരിപ്പിക്കുന്നുമുണ്ട്. അവിടെ ഒന്നും ഒരു സംശയമില്ല. കാരണം വരുന്ന എല്ലാവർക്കും അവർ ഈ ആൻറ്റിക്സിൻ്റെ ഡോക്യുമെന്റ്സ് ചോദിക്കുമ്പോൾ അത് കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങളും വെരിഫൈ ചെയ്തു. പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ ഓർഡറും കാര്യങ്ങളും ഇതിന് തന്നെയാണോ എന്ന് നോക്കുമ്പോൾ അവിടെ ഗേറ്റിൽ പോലീസ് വരുന്നുണ്ട്, ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ പരാതിയിൽ അന്നേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ പരാതി എൻ്റെ കയ്യിലുണ്ട്. അതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ പുരാവസ്തുക്കളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച രേഖ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഈ രേഖകളാണ് സമർപ്പിച്ചത് എന്നും അന്വേഷിക്കണമെന്നും ഞങ്ങളുടെ പരാതിയിൽ പറഞ്ഞ കാര്യമാണ്. അപ്പം ഈ കേസ് 10 കോടി റുപ്യേൻ്റെ കേസ് കൊടുത്തല്ലോ. അപ്പം നിങ്ങൾ തുടർച്ചയായിട്ടുള്ള പരാതി പ്രകാരം കേസ് എടുത്തു. കേസ് എടുത്ത ശേഷം ഈ കെ സുധാകരൻ അതിനകത്ത് പ്രതിയാക്കി ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കും. 1-ാം പ്രതി മോൻസൺ മാവുങ്കലും, 2-ാം പ്രതി കെ സുധാകരൻ. നമ്മുടെ പരാതിയിൽ പോലും അദ്ദേഹം അവിടെ വന്നിരുന്നു എന്ന് കണ്ടിരുന്നു, അല്ലാതെ ഇതിലൊന്നും പങ്കാളിയായത് ഒരു വിവരം കണ്ടില്ല. എങ്ങനെയാണ് അദ്ദേഹത്തെ പ്രതിയാക്കുന്നത്? അത് ഞാൻ മനസ്സിലാക്കുന്നത്, ആ വിഷയത്തിൽ നേരത്തെ ഈ കേസ് അന്വേഷിച്ച SP സോജൻ, അദ്ദേഹം ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അവിടെ വന്ന ഉന്നതന്മാരാരെയും പ്രതിയാക്കിയിട്ടില്ല, ഇതിൻ്റെ പണം കണ്ടെത്തിയിട്ടില്ല, ഒരുപാട് അലിഗേഷൻസ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഹൈക്കോടതിയിൽ എൻ്റെ റിട്ടിൽ കൊടുത്ത മറുപടി, ഈ പറയുന്ന IG ലക്ഷ്മണന് ഡയറക്റ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് ബന്ധമില്ല, അന്വേഷണത്തിൽ DIG സുരേന്ദ്രൻ്റെ പണമിടപാടുമായി ബന്ധപ്പെട്ട് വിറ്റ്നസ് ഇല്ല, മറ്റൊരു ഇടപാടുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം പറഞ്ഞത് എവിഡൻസ് ഇല്ല. കെ സുധാകരൻ്റെ വിഷയം അന്ന് ഹൈക്കോടതിയിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ട് പോലുമില്ല എന്നാണ്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ളൊരു സമീപനത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ, അപ്പോൾ ഇവർക്കാർക്കും ബന്ധമില്ലെങ്കിൽ മോൺസൺ ഒറ്റക്കാണ് ഇത് ചെയ്തത് എന്നതും വസ്തുത ആവില്ലല്ലോ.
സ്വാഭാവികമായിട്ട് ഹൈക്കോടതിയിൽ നമ്മൾ ഈ കേസ് പ്രോപ്പർ അല്ല എന്നുള്ള രീതിയിൽ എൻ്റെ ആർഗ്യുമെന്റ് വന്നു. അതിൽ പുതിയ അന്വേഷണ സംഘത്തെ നിയമിച്ചു, അതായത് ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തെ. ഇവരും ഇതേ നിലപാടിൽ തന്നെയായിരുന്നു പോയിരുന്നത്. അപ്പോഴാണ് നമ്മുടെ മറ്റൊരു പരാതിക്കാരനായ യാക്കൂബ് അദ്ദേഹം ഹൈക്കോടതിയെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സമീപിച്ചത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ആ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയില്ല. CBI അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ ഉന്നതരായ കുറച്ച് ആളുകളെ പ്രതി ചേർത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഹൈക്കോടതി നിരീക്ഷണം വരും. ഇതിൽ ഉന്നതരായ ആളുകൾക്കുൾപ്പെടെ ക്രൈംബ്രാഞ്ച് നടപടിയെടുത്ത സാഹചര്യത്തിൽ പിന്നെ എന്തിനൊരു ഏജൻസി വരണം? ഈ വിഷയം മറികടക്കുന്നതിൻ്റെ ഭാഗമായി ഇവർക്ക് സംരക്ഷിക്കേണ്ട ആളുകളെ സംരക്ഷിച്ചുകൊണ്ടും ഇവർക്ക് സംരക്ഷിക്കാൻ ബാധ്യതയില്ലാത്ത ആളുകളെ പ്രതികളാക്കി ചേർത്തുകൊണ്ടും കുറ്റപത്രം സമർപ്പിക്കേണ്ടത്. ഈ കാലയളവിലൊന്നും ഇവരാരും ഇതിൽ പ്രതികളായിരുന്നില്ല. പിന്നെ സുധാകരൻ പ്രതിയായതിൽ മറ്റൊരു വിഷയം, സുധാകരൻ പണം വാങ്ങുന്നത് കണ്ടു എന്നുള്ള മോൻസന്റെ ജീവനക്കാരുടെ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. മോൻസൺ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എൻ്റെ അറിവിൽ മോൻസന്റെ അങ്ങനത്തെ ഒരു മൊഴി ഇതുവരെ വന്നിട്ടില്ല. നിഷേധിക്കാനില്ല. അദ്ദേഹം മീഡിയയിൽ ഏതോ കോടതിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ നിഷേധിച്ചിട്ടുണ്ട്. അല്ല, അദ്ദേഹം പ്രതിയാണല്ലോ. അദ്ദേഹത്തിന്റെ വാദത്തിന്റെ അപ്പുറത്ത് ഞങ്ങൾ അദ്ദേഹത്തിന് പണം കൊടുത്തതോ മോൻസൺ സുധാകരന് പണം കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടു എന്നോ ഞങ്ങളുടെ ഒരു ആർഗ്യുമെന്റോ അല്ലെങ്കിൽ ഞങ്ങൾ സുധാകരനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ KPCC പ്രസിഡന്റ് ഈ വിഷയം വന്നപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഞങ്ങളെ കണ്ടിട്ടില്ല. അപ്പോൾ അതൊരു തെറ്റായ കാര്യമായതുകൊണ്ട് നമ്മൾ നിർബന്ധിതരാവാണ് നമ്മൾ അവിടെ വന്ന ഫോട്ടോസ് ഉൾപ്പെടെ പുറത്തുവിടാൻ. അപ്പോഴാണ് ഈ വിഷയത്തിലേക്ക് നമ്മളും അവരും തമ്മിൽ ഒരു ചെറിയ അസ്വാരസ്യങ്ങൾ വരുന്നത്. പിന്നെ ഈ വിഷയത്തിൽ ഞങ്ങളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു, പിന്നെ എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞു ഇത് തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വ്യാജ ചികിത്സക്കാണ് അദ്ദേഹം വന്നത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. ചികിത്സക്കാണ് വന്നത്, മോൻസൺ വ്യാജ ഡോക്ടർ ആയതുകൊണ്ട് അത് വ്യാജ. അദ്ദേഹം വന്ന് ഒറിജിനൽ ഡോക്ടറാണ് എന്നുള്ള രൂപത്തിലല്ലേ വന്നത്? തീർച്ചയായും. പക്ഷെ കാരണം ഇവിടെ ബെഹ്റയും അതേപോലെ 3 DGPമാര്, അതെ, അതേപോലെ 2 ചീഫ് സെക്രട്ടറിമാര് എല്ലാവരും വന്നിട്ടുണ്ട്. ഉന്നത മാത്രമല്ല ജിജി തോംസണും അതേപോലെ അവരൊക്കെ അവിടുന്ന് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ട്രീറ്റ്മെന്റ് എടുത്ത ആൾക്കാര് അതെ, ഇവരുടെ ഒക്കെ തന്നെ വന്നപ്പോൾ അവരൊക്കെ തന്നെ ഫോട്ടോയിലും അതേപോലെ ഇവർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഇതൊരു പുരാവസ്തു കേന്ദ്രമാണ്, ഒറിജിനൽ സാധനങ്ങളാണ്, ഇവിടെ പോലീസ് സംരക്ഷണം വേണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് സുധാകരൻ വന്നു എന്ന് പറയുന്ന ഒരു കുറ്റകരമായ കാര്യമാണ്. ഒരിക്കലുമല്ല. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മോൻസൺ അറസ്റ്റിലാവുകയും മോൻസൺ വ്യാജ ഡോക്ടറാണ് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹം നടത്തിയ ചികിത്സയും തെറ്റായ കാര്യമായിരുന്നു. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ഡിഗ്രി ഒന്നും ഇല്ലാതെ തെളിഞ്ഞു. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു കെ സുധാകരൻ നേരത്തെ അറിയില്ല. തീർച്ചയായും ഞാനത് ഈ മോൻസന്റെ അറസ്റ്റിന്റെ 2 ദിവസം മുമ്പ് കെ സുധാകരന്റെ സെക്രട്ടേറിയറ്റ് ഈ വിഷയം സംസാരിച്ചപ്പോൾ അവർക്ക് അറിയില്ല. മാത്രമല്ല മറ്റൊരു മോൻസന്റെ ഈ കൊച്ചി സ്വദേശിയായ മോൻസന്റെയും സുധാകരന്റെയും അടുത്ത ഒരു എബിൻ നെബ്ര അദ്ദേഹമാണ് ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇടയിൽ ഒരാളുള്ളത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് അദ്ദേഹത്തിന് വിശ്വസ്തനാണ്. അപ്പോൾ അദ്ദേഹം തിരക്കിയിട്ടും ഉണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ചിട്ട് അന്ന് ഏക ആക്ഷേപം ഉണ്ടായിരുന്നത് ഇത് വ്യാജ ഡോക്ടറാണ് എന്ന് പിന്നീട് ബോധ്യപ്പെട്ടല്ലോ. അപ്പം അദ്ദേഹം ഒരു പരാതി കൊടുത്തിട്ടില്ല എന്നുള്ള ആക്ഷേപം മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. അതിലാണ് ആ തർക്കങ്ങൾ അന്ന് വന്നത്. പിന്നീട് അദ്ദേഹം മോൻസനുമായിട്ട് ഇപ്പോൾ ഈ കേസ് കൊടുക്കുമ്പോഴൊക്കെ അതിൻ്റെ ഡോക്യുമെന്റ്സ്, ചിലപ്പോൾ മെറ്റീരിയൽ എവിഡൻസ് വേണം, എന്തെങ്കിലും പ്രിസ്ക്രിപ്ഷൻ വേണം. എൻ്റെ ഒരു ചോദ്യം, താങ്കൾ നമ്മൾ പണം കൊടുത്ത സന്ദർഭത്തിൽ എപ്പോഴെങ്കിലും ഷമീറോ 5 പേർ, ആരൊക്കെയാണ് 5 പേർ? അത് അനൂപ്, യാക്കൂബ്, സദ്ദീഖ്, സലീം, ഇവർ ആരും തന്നെ അവരാരെങ്കിലും ഈ സുധാകരന് പണം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ല, അങ്ങനെ ഞങ്ങളുടെ പരാതിയിലും ഇല്ല. പിന്നീട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മൊഴി പോലും ഈ കേസിൽ പിന്നീട് പോലീസും ആദ്യം അന്വേഷണം നടത്തിയപ്പോൾ സുധാകരനെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണം പറഞ്ഞിരുന്നില്ല. അല്ല, അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ പോലും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 വർഷക്കാലം കേസ് അന്വേഷിച്ച SP ഈ സോജൻ ഇതിൽ നിന്ന് മാറുമ്പോൾ അദ്ദേഹം 1 വർഷക്കാലം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവർക്ക് പോലും അങ്ങനത്തെ ഒരു ആക്ഷേപമില്ല എന്നുള്ളതല്ല. ഇപ്പം ഈ ആക്ഷേപം കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി സുധാകരനെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ എന്ത് പറയും? അത് തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെ ഈ കുറ്റപത്രം സമർപ്പിച്ച ഘട്ടത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, അതുകൊണ്ട് മാത്രമല്ല, ഇതിൽ ഇപ്പോൾ നിലവിൽ 8 പ്രതികളുണ്ട്. ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത് ജാമ്യത്ത് വിട്ട ആളാണ് ലക്ഷ്മണൻ.
ഐ ജി അതേപോലെ സുരേന്ദ്രൻ, DIG സുരേന്ദ്രൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, അതേപോലെ അനന്തലാൽ പ്രതിയല്ല. ഏതായാലും അനന്തലാലിന് 1 ലക്ഷം രൂപ കൊടുത്തായിട്ട് റെക്കോർഡ് ഉണ്ട്. അത് കടം വാങ്ങിയെന്ന് അവർ പറയുന്നത്. കടം വാങ്ങിയതാണ്. അതേപോലെ AB വിപിൻ 1 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. അത് കടം വാങ്ങിയെന്ന. അതായത് ഞാൻ പറഞ്ഞതും അതാണ്, ഇതിൽ അക്കൗണ്ടിൽ പണം വാങ്ങിയ ആളുകളെ വെറുതെ വിട്ടുകൊണ്ട്. പിന്നെ സിനിമാ നടികളുണ്ട്, അവരൊക്കെ ഇഷ്ടം പോലെ ആളുകൾ പണം വാങ്ങിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കുറെ അതിന്റെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളുണ്ട്, കുറെ ഒക്കെ പുറത്തു വന്നതുമാണ്. അപ്പൊ ഇത്തരം ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് മോൺസന്റെ ജീവനക്കാരായ ചില ആളുകളെ വെച്ചിട്ട് 164 മൊഴികൾ കൊടുപ്പിച്ചുകൊണ്ട് ഇത്തരം കുറച്ച് ആളുകളെ പ്രതിയാക്കി. എന്നിട്ടോ KPCC പ്രസിഡന്റിനെയും ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സഹായിയെയും 2ഉം 3ഉം പ്രതികളാക്കിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചു. അപ്പം ബാക്കിയുള്ള ആളുകൾക്കെതിരെ ഇതുവരെ കുറ്റപത്രം കൊടുത്തിട്ടില്ല. ഭാഗികമായിട്ടുള്ള കുറ്റപത്രം കൊടുക്കുമ്പോൾ രാഷ്ട്രീയ പ്രേരിത, കാരണം ഇലക്ഷന്റെ സമയമാണിത്. അപ്പോൾ ഇതിൽ IG ലക്ഷ്മണൻ പ്രതിയാണ്, അതേപോലെ DIG സുരേന്ദ്രൻ പ്രതിയാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ പ്രതിയാണ്. അവർക്കെതിരെയുള്ള ഒന്നും കുറ്റപത്രം കൊടുക്കാതെ KPCC പ്രസിഡന്റെയും അദ്ദേഹത്തിന്റെ അനുയായിയെയും മാത്രം മോൺസനെയും ഉൾപ്പെടുത്തി, മോൺസൺ എന്തായാലും ഉൾപ്പെടുത്തണമല്ലോ, 1ാം പ്രതിയല്ലേ, അപ്പൊ അദ്ദേഹത്തെയും ഉൾപ്പെടുത്തി ഒരു ഭാഗിക കുറ്റപത്രം കൊടുക്കുന്നതിലൂടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇതൊരു രാഷ്ട്രീയപരമായിട്ട്, അതായത് K സുധാകരനെ പോലെയുള്ള KPCC സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു തെളിവുമില്ലാതെ കേസിൽ പ്രതിയാക്കുമ്പോൾ അത് ഉന്നത തലത്തിലുള്ള സ്വാധീനത്തിന്റെ പ്രകാരം കേസ് പ്രതിയാക്കിയെന്ന് തന്നെയല്ലേ കരുതേണ്ടത്? ഉന്നത തലത്തിലുള്ള സ്വാധീനം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ CBI അന്വേഷണം മറികടക്കുന്നതിൻ്റെ ഭാഗമായും പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഉന്നതരായ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഉണ്ട് ഇവർക്ക്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തെ പ്രതി ചേർത്ത് തന്നെയാണ്. പിന്നെ സ്വാഭാവികമായിട്ട് സംസ്ഥാനത്തെ കോൺഗ്രസിലെ 1ാമൻ എന്നുള്ള നിലക്ക് സർക്കാരിന് പ്രത്യേക താല്പര്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഈ പറയുന്ന അദ്ദേഹത്തിനെതിരെ തെളിവ് പറഞ്ഞിട്ടുള്ള ആളുകൾ കൊടുത്ത മൊഴിയിലെ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? അവർ മൊഴി കൊടുത്തു എന്ന് പറയുന്ന ആളുകൾ, ഒന്ന് മോൺസന്റെ മുൻ ഡ്രൈവറാണ്, അതേപോലെ 2 പേര് ഡ്രൈവറാണ്, ഒരാള് പോക്സോ കേസിലെ പ്രതിയാണ്. അതാണ് ഇതിലെ ബഹുരസം. അപ്പൊ അതായത് 15 വയസ്സുള്ള പെൺകുട്ടിയെ 13 വയസ്സുള്ള ഈ പറയുന്ന പീഡന കേസിലെ പ്രതി ഇതിൽ 164 പോലീസിന് അനുകൂലമായിട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഒരു കേസിലെ പോക്സോ കേസിലെ പ്രതി, മറുഭാഗത്ത് ക്രൈംബ്രാഞ്ച് അവരെ കൊണ്ട് മൊഴി കൊടുപ്പിക്കുന്നു. അപ്പോൾ അതിലൊക്കെ ദുരൂഹതകളുണ്ട്. അവരൊക്കെ അത് വസ്തുതാപരമായിട്ട് ശരിയായി വരുന്നുണ്ടോ? ഒരിക്കലുമല്ല. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഈ പീഡന കേസിലെ പരാതിയിൽ ആ സംഭവ സ്ഥലത്ത് ആ സമയത്ത് ഒക്കെ അദ്ദേഹം അവിടെ ഇല്ല എന്നതിന്റെ ഒരുപാട് എവിഡൻസും കാര്യങ്ങളും ഒക്കെ അവർ ആ പ്രതി ഇല്ല എന്ന്, സുധാകരൻ വന്ന സമയത്ത് അവിടെ സമയത്ത് ഈ പ്രതി ഉണ്ടായിരുന്നില്ല, ഈ പ്രതി അവിടെ ഉണ്ടായിരുന്നല്ല, ഈ പീഡന സമയത്ത് ഈ പ്രതി അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള എവിഡൻസ് ഈ പ്രതി എനിക്ക് തന്നിരുന്നു. എന്നിട്ട് ഇതിലൊക്കെ കുറച്ച് ഫാബ്രിക്കേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നിരുന്നു. കാരണം ഇതിൻ്റെ ഇടക്ക് ഇത്തരം വിഷയങ്ങളിലേക്ക് ഞാൻ പോകാൻ കാരണം, ബാംഗ്ലൂരിൽ പോയിക്കൊണ്ട് ഒരു പെൺകുട്ടിയെ DYSP നഗ്ന ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തി കേസെടുക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ചിന്റെ കളമശ്ശേരി ഓഫീസിൽ കൊണ്ടുവന്നു. DYSP റസ്റ്റം. അതെ. ഏത് പെൺകുട്ടി? അത് ബാംഗ്ലൂരിൽ പഠിക്കുന്ന മോൺസന്റെ വീട്ടിൽ നേരത്തെ ജോലിക്കല്ല, മോൺസന്റെ ബന്ധു കൂടിയാണ്. അപ്പൊ വീട്ടിൽ നിന്നും അവിടുന്ന് പഠിക്കുന്ന, അതായത് ഈ 1-2 വിദ്യാർത്ഥിനികളൊക്കെ മോൺസൺ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. 21-22 വയസ്സുള്ളൂ. അപ്പോൾ ഇവരെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്ന് ഇവരോട് നിർബന്ധപൂർവം മോൺസനെതിരെ കേസിടണമെന്ന് റസ്റ്റം ആവശ്യപ്പെടുക. അദ്ദേഹം അത് ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ പുറത്ത് വാതിലിൽ ഞാൻ ഇരിക്കുക. പിന്നീട് അത് കരച്ചിലും ബഹളും പ്രശ്നങ്ങളിലേക്കുമായപ്പോൾ ഞാൻ അകത്ത് കയറി ഈ പെൺകുട്ടിയെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ടോർച്ചർ ചെയ്തുകൊണ്ട് കേസെടുക്കുന്നത് ഞാൻ ചോദ്യം ചെയ്തു. ഞാനിത് വെറുതെ പറയുന്നതല്ല, അതുമായി ബന്ധപ്പെട്ട എവിഡൻസ്, ഈ പെൺകുട്ടി സംസാരിക്കുന്ന ഓഡിയോ റെക്കോർഡൊക്കെ എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചോദ്യം ചെയ്തത് മുതൽ റസ്റ്റത്തിന് എന്നോട് വൈരാഗ്യം തോന്നി. പക്ഷെ ഞാൻ അത് ഗൗനിച്ചില്ല. പക്ഷെ എനിക്ക് ആ വിഷയത്തിന് ശേഷം ഈ മോൺസനെ ഒരു വുമണൈസറായിട്ട് ചിത്രീകരിക്കാൻ പോലീസ് ശ്രമിച്ചോ എന്നൊരു സംശയം എന്നിൽ ബലപ്പെട്ടു. അതായത് മോൺസനെ എല്ലാ കാലത്തും ജയിലടച്ച് പുറത്തിറക്കാത്ത വിധത്തിൽ നിർത്തുക. കുറെ ആളുകളെ അദ്ദേഹം എല്ലാം തുറന്നു പറയും. അദ്ദേഹം തുറന്നു പറയും. ഞാൻ ആരോപിച്ചിരുന്നൊരു കാര്യം, DGP ബെഹ്റ വന്നത് പിണറായി വിജയന്
വലിയൊരു എമൗണ്ട് ഓഫർ ചെയ്തിരുന്നു. ആ ഓഫർ പ്രകാരം അതിനുവേണ്ടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചീഫ് സെക്രട്ടറിയും അതേപോലെ DGP ബെഹ്റയും ഇവിടെ കൃത്യമായി തുടർച്ചയായി വന്നിരുന്നു, ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയത് എന്നുള്ളൊരു ആരോപണം ഞാൻ പറഞ്ഞിരുന്നു. അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എൻ്റെ അടുത്ത് കിട്ടിയ പ്രകാരമാണ് ഞാൻ ആരോപണം ഉന്നയിച്ചത്. അത് പ്രകാരം ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ മോൻസൺ വന്ന് വിളിച്ചു പറയും. അതെ അതെ. ആ വിളിച്ചു പറയുന്നത് തടയാൻ വേണ്ടിയിട്ടല്ലേ ഈ മോൻസനെതിരെ ഈ ഇത്തരത്തിലുള്ള പോക്സോ കേസുകൾ നിർബന്ധപൂർവ്വം പെൺകുട്ടികളെ മൊഴി കൊടുപ്പിച്ച് ചെയ്യിപ്പിക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പരാതിയിൽ പെട്ടെന്ന് ജാമ്യം കിട്ടും എന്നുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു, സാമ്പത്തിക തട്ടിപ്പ് കേസായതുകൊണ്ട്. അപ്പോൾ ഈ പോലീസ് നിർബന്ധപൂർവ്വം ഇത്തരം കേസുകൾ എടുപ്പിച്ചുകൊണ്ട് ഇവനെ ജയിലിൽ അടയ്ക്കുകയും പിന്നീട് ഈ ഉന്നതരെ സംരക്ഷിക്കുന്നതിൻ്റെ കൂടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനത് മനസ്സിലാക്കുന്നത് ഈ പണവും, അതായത് ഇവൻ തട്ടിപ്പിലൂടെ സമാഹരിച്ച പണം ഇവർ കണ്ടെത്തിയിട്ടില്ല. അപ്പൊ ഈ പണത്തിലേക്ക് ഇവരാരോ ഉന്നം വെച്ചിട്ടുണ്ടാവും. ഈ പണം എവിടെയെന്ന് ഇവർക്കറിയാം. ഇത്രയും അന്വേഷിക്കുന്ന പരാതി കൊടുത്ത ഞങ്ങളുടെ പണം ഹവാലയാണ് എന്നാണ് ഇന്നലെ ഡിവൈഎസ്പിയുടെ ആരോപണം. കൊടുത്ത ഞങ്ങളുടെ പണത്തിന്റെ പിന്നാലെ അന്വേഷിച്ച് ഇവര് മോൺസൺ ഈ പണം എവിടെ കൊണ്ടുപോയി എന്ന് അന്വേഷിക്കുന്നില്ല എന്ന് വെച്ചപ്പോ എന്ന് പറയുമ്പോൾ അതിലും അതായത് മോൺസൺ പുറത്ത് എന്ത് പറയും എന്നതിൻ്റെ അപ്പുറം മോൺസനെ കൃത്യമായി ലോക്ക് ചെയ്തുകൊണ്ട് ഈ പണവും കൂടി തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് ഇതിന്റെ ഉന്നതതലത്തിൽ നടന്നത് എന്ന് ന്യായമായും സംശയിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാരണം, മോൺസൺ കലിംഗ കല്യാൺ എന്ന് പറയുന്ന ഒരു കമ്പനി ഫോം ചെയ്ത് ആ കമ്പനിയുടെ പേരിലാണ് തട്ടിപ്പ് നടത്തിയത്. ഇതിന്റെ മോൺസൺ ഒഴികെയുള്ള 4 ഡയറക്ടേഴ്സും കേരളത്തിന്റെ പുറത്തുള്ളവരാണ്. അപ്പൊ ഇവരിലേക്കൊന്നും അന്വേഷണം പോകുന്നില്ല. ഇതിൽ ഇവരാരും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരിടത്തും പ്രതികളോ ഒന്നുമല്ല. ഒരു കമ്പനിയുടെ ഡയറക്ടർ ആവുമ്പോൾ, അത് വ്യാജ കമ്പനി ആകുമ്പോൾ ഈ ഡയറക്ടർക്ക് അറിയില്ലേ അത് വ്യാജ കമ്പനിയാണെന്ന്. അവർ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഡയറക്ടറാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്, അനൂപിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്, പരാതിക്കാരായ ആളുകളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഷാനിമോൻ അതിൽ ഇവരുടെ ഒരു മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വ്യാജ കമ്പനിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഡയറക്ടർമാരായി ഇരിക്കുമ്പോൾ ഇവരിലേക്ക് അന്വേഷണം പോകുന്നില്ല ഒന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്ന ഘട്ടത്തിലാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഭീകരമായിട്ട് ടോർച്ചർ ചെയ്ത് കേസ് എടുപ്പിക്കാൻ ശ്രമിച്ചത്. എൻ്റെ ഇടപെടലിൻ്റെ തുടർന്ന് പ്രശ്നം ആ ശ്രമം ഉപേക്ഷിച്ചെങ്കിലും എന്നോട് വ്യക്തിപരമായിട്ട് വൈരാഗ്യം. ഈ വൈരാഗ്യം ഗവനിക്കാതെ ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയി. കാരണം ഈ പെൺകുട്ടിയുടെ അനുഭവത്തിൽ നിന്നും എനിക്ക് ഇവന് എതിരെടുത്ത കേസുകളുടെ നിജസ്ഥിതി അറിയണം എന്നുള്ള ഒരു താല്പര്യം എനിക്ക് വന്നു. അങ്ങനെ ഞാൻ ഈ പറയുന്ന പെൺകുട്ടിയുടെ പരാതിയുടെ 164 സ്റ്റേറ്റ്മെന്റ് എടുത്തു. ഈ 164 സ്റ്റേറ്റ്മെന്റിൽ ബെഹ്റയെ അവിടെ കൊണ്ടുവന്നു എന്ന് ആരോപിക്കുന്ന അനിത പുല്ലയിലെ പേരുണ്ട്. ഞാൻ അത് ചോദിച്ചു ഡിവൈഎസ്പിയോട്. അവർക്ക് ഇതെല്ലാം അറിയാമെന്ന് 164 എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? അവർ പറഞ്ഞു എന്നോട് അത് 164 പേരുണ്ടെങ്കിലും മെറ്റീരിയൽ എവിഡൻസ് ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു അവരുടെ മൊഴി പോലും ഇല്ല, നിങ്ങൾ എന്ത് അന്വേഷണം നടത്തി? അവർക്ക് അറിയോ അറിയില്ലേ, എന്ത് അന്വേഷണം നടത്തി? ഞാനിത് പറയുമ്പോൾ അനിത പുല്ലയിൽ ഇത് അറിയോ നടന്നു യഥാർത്ഥ സംഭവമാണ് എന്നല്ല പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ ആരുടെയൊക്കെയോ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ബോധപൂർവം ഇവരുടെ എഴുതി വെപ്പിച്ചതാണോ, പിന്നീട് അത് വേണ്ടെന്ന് വെച്ചതാണോ, പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് പറയും. ഈ അനിത പുല്ലയിലും DGP ബെഹ്റയുമായി ഇല്ലീഗൽ ബന്ധമുണ്ടായിരുന്നു, ഇവിടെ വെച്ചിട്ട് കൂട്ടിക്കൊടുത്തിരുന്നു എന്ന് വലിയൊരു ആക്ഷേപം വന്നിരുന്നു. അല്ല, അന്ന് ആ സമയത്തൊക്കെ ഒരുപാട് വാർത്തകളും പ്രശ്നങ്ങളും. അതായത് ഈ പറയുന്ന മോൻസൺ മാവുങ്കലിന്റെ ഈ കൊട്ടാരമാണല്ലോ അന്ന്, ആ കൊട്ടാരത്തിൽ വെച്ച് അനിത പുല്ലയിലും ബെഹ്റയും കൂടെ അവർക്ക് എല്ലാ ബന്ധങ്ങൾക്കും ഉള്ള സൗകര്യം ഒരുക്കി കൊടുത്തിരുന്നു എന്നുള്ള ആക്ഷേപം വന്നിരുന്നു. അത്തരം ആക്ഷേപത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിട്ട് അത്തരത്തിലുള്ള വിവരങ്ങളെ കുറിച്ചിട്ടൊരു സത്യാവസ്ഥ നമുക്കറിയാം. ഇതിനകത്ത് ആക്ച്വലി ഈ പുരാവസ്തുക്കളൊക്കെ തന്നെ സത്യസന്ധമാണെന്നും ഭയങ്കര വിലപിടിപ്പുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്ത ബെഹ്റ അതിൻ്റെ അകത്ത് 1-ാം പ്രതി ആവേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ പരാതി പറഞ്ഞു, ഞങ്ങൾക്ക് ഉടമസ്ഥാവകാശം കാണിക്കുന്ന രേഖ നൽകിയത്, മോൺസൺ നൽകിയ രേഖ അദ്ദേഹം ഒപ്പിട്ടതാണ്. അത് അദ്ദേഹം ഒപ്പിട്ടതിലും വൈരുദ്ധ്യമുണ്ട്. കാരണം അദ്ദേഹം അവിടെ വരുന്നത് 2019 മെയ് 11 അദ്ദേഹം അവിടെ വന്നതിൻ്റെ ശേഷം ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ മുമ്പാകെ സത്യവാങ്മൂലത്തിൽ ഇവർ പറയുന്നത് ഞങ്ങൾ വന്ന് സംശയാസ്പദമായ സാഹചര്യം അവിടെ കാണുകയും ഞങ്ങളത് അന്വേഷിക്കാൻ ഉത്തരവിടുകയും ചെയ്തു എന്ന്. അപ്പോൾ ഈ കേസിൽ ഞങ്ങളുടെ പരാതിയിൽ തന്നെ ഇതിൻ്റെ ഡോക്യുമെൻ്റ് സമർപ്പിച്ചിട്ടുണ്ട്. അതായത് മോൺസന് സുരക്ഷ ഒരുക്കാൻ ആവശ്യമായ റിക്വസ്റ്റ് മോൺസൺ പോലീസ് ചീഫിന് കൊടുക്കുന്നത് മെയ് 30 അപ്പോൾ 11 ബെഹ്റ വന്നതിൻ്റെ ശേഷമാണ് സുരക്ഷ ആവശ്യപ്പെട്ട് കത്ത് കൊടുക്കുന്നത്.
അപ്പോൾ 11-ാം തീയതി വന്നപ്പോൾ മോൺസണെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട ആളുകൾ 30-ാം തീയതി മോൺസന്റെ അപേക്ഷ വാങ്ങിയിട്ട് ജൂൺ 13-ന് സുരക്ഷ ഏർപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ അതിനർത്ഥം എന്താ? 11-ാം തീയതി ഇവർ വന്നപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്ന് പറയുന്നത് കള്ളമായ കാര്യമാണ്. അന്ന് DGPയുടെ നിർദ്ദേശാനുസരണം അന്വേഷണത്തിന് ഉത്തരവിട്ടത് ADGP മനോജ് എബ്രഹാം സാറാണ്. ഇന്നും അദ്ദേഹം സംസ്ഥാന പോലീസിന്റെ തലപ്പത്തിൽ നമ്മൾ പത്രസമ്മേളനം നടത്തിയ ഷമീർ അടക്കം പത്രസമ്മേളനം നടത്തിയപ്പം ആരോപിച്ചിരിക്കും ഇദ്ദേഹം ഈ ഡിവൈഎസ്പി റസ്റ്റം പണം വാങ്ങി എന്നുള്ളതാണ്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? അതായത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ കേസുകളിലെ ഒക്കെ ഒരു സംശയാസ്പദമായിട്ട് എനിക്ക് തോന്നാൻ കാരണം ഇതിനിടയിൽ പരാതിക്കാരായ യാക്കൂബിനോട് അനൂപ് പണം തട്ടി എന്നുള്ളൊരു വിഷയം റസ്റ്റം ഉന്നയിക്കുകയും ഇവരെ തമ്മിൽ തെറ്റിക്കുന്നു. അത് കഴിഞ്ഞ് അനൂപ് യാക്കൂബുമായി ബന്ധപ്പെട്ട ഒരു സിവിൽ കേസും കാര്യങ്ങളും വന്നപ്പോൾ അതിലെ ചെക്ക് ഷമീറാണ് അനൂപിന് കൊടുത്തത് എന്ന് പറഞ്ഞ് യാക്കൂബിനെയും എന്നെയും തെറ്റിപ്പിക്കുന്ന ഒരു ശ്രമം ഉണ്ടായി. മാത്രമല്ല അതിൻ്റെ മുകളിലൊരു പരാതി റസ്റ്റം എഴുതി വാങ്ങിച്ച് എനിക്കെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാക്കൂബിന് ഒരു കത്തും അയച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് അതിൻ്റെ ഒക്കെ കോപ്പിയുണ്ട്. അപ്പോൾ ഈ പരാതിയുടെ ഒരു ഘട്ടം എത്തിയപ്പോൾ ഞങ്ങൾ ഈ 6 പേരെയും റസ്റ്റം തന്ത്രപൂർവ്വം ഭിന്നിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷ കൈവിടാതെ ആളുകളിലേക്ക് ഞാൻ ഈ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സംസാരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് യാക്കൂബിന് എതിരായിട്ടുള്ള വോയിസ് മെസ്സേജുകൾ റസ്റ്റം അനൂപിനും, അനൂപിനെതിരായിട്ടുള്ള വോയിസ് മെസ്സേജുകൾ യാക്കൂബിനും അയക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇവർ 2 പേരോടും ഞാൻ സംസാരിക്കുമ്പോൾ ഇവരെന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഈ വോയിസ് മെസ്സേജുകൾ അയച്ചിരുന്നു. ഞാനിത് 2 പേർക്കും തിരിച്ചയച്ചു കൊടുത്തപ്പോൾ കുറേ കാര്യങ്ങൾക്ക് അവരെന്നെ വിശ്വാസത്തിലെടുത്തു. അപ്പം യാക്കൂബ് പറഞ്ഞൊരു കാര്യമാണിത്. എൻ്റെ അടുത്ത് നിന്ന് DYSP ഇങ്ങനെ പണം വാങ്ങിയിട്ട് ഇവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് അയപ്പിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ പോലീസ് റസ്റ്റും വാങ്ങിയിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ അദ്ദേഹം റസ്റ്റും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റ് എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ അതിൽ ഗൂഗിൾ പേ നമ്പർ റസ്റ്റം കൊടുക്കുന്നുണ്ട്, അയച്ചു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് അയച്ചു തരണം എന്ന് പറഞ്ഞാൽ വോയിസ് മെസ്സേജുകളുണ്ട്, ഈ ട്രാൻസാക്ഷൻ നടന്ന റെസിപ്റ്റുകളുണ്ട്. സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു ഇതിനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ യാക്കൂബിൻ്റെ പേരിൽ തന്നെ കംപ്ലൈൻറ്റ് കൊടുത്തു. അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തെ കൂടി ഇദ്ദേഹം വഞ്ചിക്കുകയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പരാതി കൊടുക്കാനും തയ്യാറായി. പക്ഷെ പരാതി സർക്കാർ എടുക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിൽ കേസ് എത്തിയപ്പോൾ വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിനെടുത്തു. ഇന്നലെ വിജിലൻസിൽ പോയി വിശദമായ അതിൻ്റെ എവിഡൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തു. യാക്കൂബ് മൊഴി കൊടുത്തു. കൂടുതൽ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് 3:30 മണിക്ക് എന്നെ വിളിച്ചു. ഏകദേശം 7 മണിയോട് കൂടിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. എൻ്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇനി റസ്റ്റത്തെയും വിളിപ്പിച്ചതിൻ്റെ ശേഷം കാര്യങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി ആ കേസ്, വിജിലൻസിൻ്റെ കേസ് അടുത്ത 2-ാം തീയതി പരിഗണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നടന്നിരിക്കുന്നത് വാദികളായ നമ്മളെ തന്നെ നമുക്കെതിരെ തന്നെ അദ്ദേഹം ഇപ്പം ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. 2.25 കോടി രൂപയോളം മാത്രമാണ് ഒറിജിനലായിട്ട് ബാങ്ക് വഴി വന്നത്, ബാക്കി 7.25 കോടി രൂപ നിങ്ങൾ ഹവാല പണമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? അല്ല, ഈ മോൺസന് ഈ നേരത്തെ പറഞ്ഞില്ല, അദ്ദേഹത്തിന് ബിസിനസ് സംബന്ധമായ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് കേസിൽ. അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസായി. അപ്പോൾ അദ്ദേഹത്തിന് അക്കൗണ്ട് ഇല്ല. അപ്പോൾ ജീവനക്കാരുടെ അക്കൗണ്ടാണ് തരുന്നത്. സ്വാഭാവികമായിട്ട് അദ്ദേഹം മാക്സിമം ക്യാഷാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരം പണം ക്യാഷായിട്ടാണ് പരാതിക്കാരിൽ ഒത്തിരി ആളുകൾ കൊടുത്തത്. അപ്പോൾ ക്യാഷ് സംഘടിപ്പിക്കുമ്പോൾ നമുക്കതിൻ്റെ മണി സോഴ്സ്, അതായത് ഈ പണത്തിൻ്റെ സോഴ്സ് നമ്മൾ കൊടുക്കണം. ഒരു അന്വേഷണം വരുമ്പോൾ നമ്മൾ കൊടുക്കണം. ഞാൻ ചോദിക്കുന്നത് 2.25 കോടി അക്കൗണ്ട് കൊടുത്തു, ബാക്കിയുള്ളത് ഹവാല പണമാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിച്ചുകൂടെ, നമ്മൾ പരാതി കൊടുക്കുമ്പോൾ 2.25 കൊടുത്താൽ പോരെ? ഈ കേസുമായി ബന്ധപ്പെട്ട് ഹവാലയാണെന്ന് അദ്ദേഹം ആരോപിക്കുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, ഏതെങ്കിലും പരാതിക്കാരന് ക്രിമിനൽ കേസ് കൊടുത്താൽ പണം തിരിച്ചു കിട്ടുമോ? മോൺസനുള്ള ശിക്ഷ കിട്ടും, ഞങ്ങളുടെ പണം തിരിച്ചു കിട്ടാൻ ക്രിമിനൽ കേസിൽ വകുപ്പില്ല. നമ്മൾ അതിന് സിവിൽ കേസ് കൊടുക്കണം. നാളിതുവരെയായിട്ട് ഞങ്ങൾ സിവിൽ കേസ് കൊടുത്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞല്ലോ 2.25 ബാങ്ക് ട്രാൻസാക്ഷൻ ഉണ്ട്, ആ 2.25 വെച്ച് ഞങ്ങൾക്ക് കൊടുക്കാമല്ലോ സിവിൽ കേസ്. കാരണം പണം തിരിച്ചു കിട്ടുക എന്നതിലപ്പുറത്ത് ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ സംവിധാനങ്ങൾ, ഇതിൽ കൂട്ടുനിന്ന ആളുകൾ, ഇതിലെ മോൺസന് തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് സഹായം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർ, ഇത്തരം ആളുകൾക്ക് മതിയായ ശിക്ഷാ നടപടി ഇതാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. പിന്നെ ഹവാല പണമാണെങ്കിൽ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. കൂടാതെ ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കോടതിയെ സമീപിക്കാനിരിക്കുകയാണ്. ഇന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രസ് മീറ്റിൽ CBI അന്വേഷണം വരട്ടെ. അതായത് CBI അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി താൽക്കാലികമായി ചില ആളുകളെ പ്രതിയാക്കിക്കൊണ്ട്
അത് കെ സുധാകരൻ പോലുള്ള ആളുകളെ പ്രതിയാക്കിക്കൊണ്ട് കളിക്കുകയാണ് ഗവൺമെൻറ് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ആരോപിക്കുന്നത്. ഒന്നാമത്തത്. രണ്ട്, യഥാർത്ഥ വസ്തുക്കളിലേക്ക് പോലീസ് ഇതുവരെ അന്വേഷണം പോയിട്ടില്ല. ഈ ഹവാല പണം എന്ന് ഇദ്ദേഹം പറയുന്നത് മോൺസന്റെ തട്ടിപ്പിലൂടെ സമാഹരിച്ച പണം കണ്ടെത്താത്തത് കൊണ്ട് നമ്മുടെ പണം അദ്ദേഹം 2 കാലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മോൺസന്റെ തട്ടിപ്പിന്റെ പണം കണ്ടെത്തേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. മൂന്നാമത്തെ കാര്യം താങ്കൾ പറയുന്നത് ഈ കാര്യത്തിൽ കേസ് അന്വേഷണത്തിന് വേണ്ടി നമ്മളെടുത്തുനിന്ന് പരാതിക്കാരിൽ നിന്ന് അദ്ദേഹം കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ്. അതെ. എത്ര ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്നുള്ള ആരോപണം? പരാതിക്കാരനായ യാക്കൂബ്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആ വിഷയം, അപ്പോൾ അദ്ദേഹം എന്നോട് പിന്നീട് സംസാരിച്ചപ്പോൾ ഈ വിഷയം പറഞ്ഞ് പരാതി കൊടുത്തു. 1.25 ലക്ഷം രൂപയുടെ കേസേ ഉള്ളൂ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, പരാതി കൊടുത്ത പരാതിക്കാരനിൽ നിന്ന് ഇത്ര പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ മോൺസന്റെ അക്കൗണ്ടിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഈ അക്കൗണ്ടിലെ പണം വാങ്ങിയ ആളുകളൊന്നും ഇതിൽ പ്രതികളല്ല. അപ്പോൾ മോൺസന്റെ അക്കൗണ്ടിൽ നിന്ന് പണം വാങ്ങിയ ആളുകളെടുത്തുന്നത് ഇവർ എത്ര വാങ്ങിയിട്ടുണ്ടാവും? നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന മോൺസൺ മാവുങ്കലിനെ ഒരിക്കലും ജയിലിൽ നിന്ന് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പല പെൺകുട്ടികളെ കൊണ്ടും കള്ളപ്പരാതി നിർബന്ധിച്ച പരാതി കൊടുപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും. പക്ഷേ അതിലൊരു പോക്സോ കേസാണ്, ഗൗരവമായ കേസാണല്ലോ. നമ്മുടെ കേസിൽ തന്നെ സാമ്പത്തിക തട്ടിപ്പ് കേസാണെങ്കിലും ബോംബെ അപ്പാരൽ ട്രൈബ്യൂണൽ കോർട്ടിൻ്റെ വ്യാജ ഡോക്യുമെൻറ്റുകൾ, HSBCയുടെ വ്യാജ ഡോക്യുമെൻറ്റുകൾ, അതേപോലെ വിഗ്രഹം, ഒരുപാട് നടരാജ വിഗ്രഹം പോലുള്ള ഒരുപാട് വിഗ്രഹങ്ങൾ, ഒരുപാട് പുരാവസ്തു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ ഇദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങാതെ പോലീസ് ഇദ്ദേഹത്തിനെ പൂട്ടുന്നതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പില്ല. പക്ഷേ അത് കേസ് യഥാർത്ഥ വസ്തുതയായിരിക്കണം. ഇത് ഇല്ലാത്ത കേസ് ഇദ്ദേഹത്തിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നത് ഇദ്ദേഹത്തോടുള്ള വിരോധമല്ല, അതിലപ്പുറത്ത് ഇവർക്ക് ഇതിൽ സംരക്ഷിക്കേണ്ട ആളുകളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ്. അവിടെയാണ് പ്രശ്നം. കാരണം നമ്മൾ വിഷയം പറയുമ്പോൾ മോൺസനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനല്ല ഞങ്ങൾ ഈ വിഷയം ഉന്നയിക്കുന്നതും ഈ പ്രശ്നങ്ങൾ പറയുന്നതും. നിരപരാധികളായ ആളുകളെ കൊണ്ട് ഇരകളാക്കിക്കൊണ്ട് കേസ് കൊടുപ്പിച്ചിട്ട് മോൺസനെ പൂട്ടുന്നതിൻ്റെ കൂടെ ഇപ്പുറത്ത് ഉന്നതരെ സംരക്ഷിക്കുകയാണ്. അതെ, ഉന്നതർ എന്ന് പറയുന്നത് നമ്മൾ പ്രധാനപ്പെട്ട അതിൻ്റെ അത് വരുന്നത് ചീഫ് സെക്രട്ടറിമാർ 2 പേര്. ആരൊക്കെയായിരുന്നു? ജിജി തോംസൺ, അതേപോലെ ടോം ജോസ്, ഇവരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അവര് സിംഹാസനത്തിൽ ഇരുന്നുള്ള ഫോട്ടോസും വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഉള്ളത് പറഞ്ഞിട്ടുള്ളത് 3 DGPമാര് അവിടെ വന്നിട്ടുണ്ട്. അത് ആരൊക്കെ? അത് മറ്റേ ബെഹ്റ വന്നിട്ടുണ്ട്. അതേപോലെ ADGP മനോജ് എബ്രഹാം വന്നിട്ടുണ്ട്. അല്ല, DGPമാരുണ്ട് 3 പേര്. DGPമാര് നേരത്തെ ഉള്ള 3 DGPമാര്, ഒരു സ്ത്രീ, അത് ശ്രീലേഖ IPS. അവരെ അദ്ദേഹം മോൺസൺ അവിടെ പോയി കണ്ടതാണ്. വീട്ടിൽ വന്നോ എനിക്കറിയില്ല. ഏതായാലും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ കോവിഡിന്റെ നിയന്ത്രണമുള്ള സമയത്ത് മോൺസൺ പോയിട്ടുണ്ട്. അവിടെ ഈ പറയുന്ന മുഴുവൻ ഓഫീസേഴ്സിനും കണ്ടിട്ടുണ്ട്. അവരൊക്കെ ആയിട്ട് സെൽഫി. അതായത് 3 DGPമാരും 2 ചീഫ് സെക്രട്ടറിമാരും പിണറായി വിജയന്റെ വലങ്കൈകളായ ആളുകളോട് വന്നിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ അവരൊക്കെ, അതുപോലെ IG ലക്ഷ്മണ, ഇതുപോലുള്ള പോലീസ് ഓഫീസർമാര്, DIG സുരേന്ദ്രൻ തുടങ്ങിയുള്ള പോലീസ് ഓഫീസർമാരടക്കമുള്ള ആളുകളെയും രക്ഷപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഈ കേസ് ഇപ്പോൾ അട്ടിമറിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മുടെ ആരോപണം. തീർച്ചയായും ആരോപണമല്ല. ഇവര് വാങ്ങിയ പണം ബോറോവിങ്, അതായത് ബാങ്ക് അക്കൗണ്ട് കൂടെ പണം വാങ്ങിയിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ കൂടി വാങ്ങിയ പണം കടമായി വാങ്ങി എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് അനുമാനിക്കണം? അതായത് സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ ഈ തട്ടിപ്പ് കേന്ദ്രത്തിൽ വന്ന് കോടാനുകോടി രൂപ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളിൽ നിന്ന് പണം വാങ്ങുകയും അവിടെ സംരക്ഷണം ഏർപ്പെടുത്തുകയും അതുപോലെ വ്യഭിചാരം അടക്കമുള്ള കാര്യങ്ങൾ കൂട്ടുനിൽക്കുകയും പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്ന ഗുരുതരമായ ആരോപണമാണല്ലോ നമുക്കുള്ളത്. തീർച്ചയായും ഞാനതിൽ ഇവര് വന്നിട്ടുണ്ട്. അവിടെ മറ്റ് രീതിയിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഇപ്പോഴും ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണ ഘട്ടത്തിൽ അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ അവരും പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ എടുത്തു പറയുന്നത്. ഇത് മോൺസണിന്റെ ആ തട്ടിപ്പ് കേന്ദ്രത്തെയും ഒരു മറ്റേ മസാല കേന്ദ്രമായിട്ടും ഇവനെ ഒരു വുമണൈസർ ആക്കിയിട്ടും പോലീസ് ബോധപൂർവം ക്രിയേറ്റ് ചെയ്യുകയാണോ എന്ന് ഞാൻ ന്യായമായും ബലമായും, അതായത് ഇത്തരത്തിലുള്ള പ്രതികളെ, അതിൻ്റെ അത് പ്രതികളാവേണ്ട ആൾക്കാരെ, അല്ലെ പണം കൈപ്പറ്റിയുള്ള ആൾക്കാരെ, ഇതിൽ പങ്കാളികളായ ആൾക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് സർക്കാരിൻ്റെ, പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിലുള്ള ഇത്തരം ബന്ധപ്പെട്ട ആൾക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ട്
യഥാർത്ഥ പ്രതിയല്ലാത്ത ആളുകളെ കൊണ്ടുവന്നു. കെ സുധാകരനെതിരെ തെളിവുകളില്ല എന്നറിഞ്ഞിട്ടും അദ്ദേഹത്തെ പ്രതിയാക്കിക്കൊണ്ടൊക്കെ, അതേപോലെ ഈ പറയുന്ന മോൺസണെതിരെ ഇല്ലാത്ത കേസുകൾ കെട്ടിച്ചമച്ച് ജയിലിൽ നിന്ന് ഇറക്കാതിരിക്കാനുള്ള സംവിധാനം ചെയ്തുകൊണ്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നാണ് താങ്കൾ പറയുന്നത്. കെ സുധാകരന്റെ വിഷയം തന്നെ ഒന്നുകൂടി നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ, അദ്ദേഹത്തെ ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പണം വാങ്ങിയത് എന്നതിൻ്റെ അപ്പുറത്തേക്ക് പീഡന കേസുമായി ബന്ധപ്പെട്ട് സംസാരങ്ങൾ വന്നിരുന്നു, അദ്ദേഹത്തെ പ്രതിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഉന്നയിച്ച ആരോപണമല്ലേ ശരി? അതായത് ബോധപൂർവം അവിടെ അത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ പെൺകുട്ടി ഇൻ്റർവ്യൂവിൽ, റിപ്പോർട്ടർ ചാനലിലെ ഇൻ്റർവ്യൂവിൽ ഇത് പറഞ്ഞു. അപ്പോൾ ഇന്റർവ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതിലെ പൊരുത്തക്കേട് മനസ്സിലാകുന്നത്. ഏത് പെൺകുട്ടി? ഈ പീഡന കേസിൽ ഒരു പെൺകുട്ടി ചാനൽ എന്ന് പറയുന്നു. എന്താ പറഞ്ഞ? അദ്ദേഹത്തെ കണ്ടു എന്ന് പറഞ്ഞു, അത് വാർത്ത കൊടുത്തു. അദ്ദേഹം അതിനെതിരെ നിയമ നടപടി സ്വീകരിച്ചപ്പോൾ ആ വാർത്ത ചാനൽ പിൻവലിച്ചു. അപ്പം ഞാൻ അന്നും ഈ വിഷയങ്ങൾ വീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാരണം ബോധപൂർവം പിന്നെ ഇദ്ദേഹം പീഡന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് വന്ന് വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചില ആളുകളെ മോശമായിട്ട് ചിത്രീകരിക്കാനും മറ്റു പല താല്പര്യങ്ങളും നടപ്പിലാക്കുവാനും, അതിലപ്പുറം മോൺസനെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുരുക്കിയാൽ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മോൺസൺ ഞങ്ങൾക്കൊരു പ്രശ്നമാകും എന്നും തിരിച്ചറിഞ്ഞ് ബോധപൂർവം അദ്ദേഹത്തെ ഒരു വുമണൈസറായിട്ട് ചിത്രീകരിച്ചു എന്നുള്ളതാണ് എൻ്റെ നിഗമനം. നിങ്ങൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നേരത്തെ കൊടുത്തത് പിന്നീട് ഒരു പീഡന കേസിലെ ആ പരാതിക്കാരിയുടെ വാർത്ത തെറ്റായിരുന്നു എന്ന് അന്ന് നിങ്ങൾക്കും ഇൻഫർമേഷൻ തരുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണല്ലോ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ബോധപൂർവം പോലീസ് ശ്രമിച്ചിട്ടുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ അതാണ് ഞാൻ ഉന്നയിക്കുന്നത്. അതായത് ഇതിൻ്റെ അകത്തുള്ള വമ്പൻ സ്രാവുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൃത്യമായി പറഞ്ഞാൽ അവര് കേസ് ഇല്ലാത്ത കേസുകൾ കെട്ടിച്ചമയ്ക്കുകയാണ്, ഉള്ള കേസുകൾ ശരിയായ വിധത്തിൽ അന്വേഷിക്കുന്നുമില്ല. തീർച്ചയായും അത് നമ്മൾ വെറുതെ പറയുന്ന ഒരു കാര്യമായിട്ടല്ല, അതിലപ്പുറത്തേക്ക്. ഇപ്പോൾ ഇനി എന്താണ് ഷമീർ അടക്കമുള്ള പരാതിക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ നിയമപരമായിട്ട് കോടതിയിൽ പോകും. ഇപ്പം ഞാൻ ഈ പെൺകുട്ടിയുടെ പരാതിയുടെ കോപ്പി ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഈ പരാതിയിൽ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്, പരാതി കൊടുക്കാതിരിക്കാൻ. അതേപോലെ അവിടുത്തെ വേറൊരു ജീവനക്കാരൻ കഞ്ചാവ് കൊടുക്കാൻ വേണ്ടി നിർബന്ധിച്ചു എന്നും മോശമായിട്ട് പെരുമാറി എന്നും പറയുന്നുണ്ട്. അപ്പോൾ നിരവധിയായ ആരോപണങ്ങൾ അവിടുത്തെ 4 സ്റ്റാഫിനെതിരെ ഭീഷണിപ്പെടുത്തിയതായിട്ട് പെൺകുട്ടി പരാതിയിൽ പറയുന്നു. 164 സ്റ്റേറ്റ്മെന്റിൽ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇവർക്കെതിരെ എന്താ കേസില്ലാത്തത്? അപ്പോൾ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് എഴുതിപ്പിക്കുകയോ മറ്റോ ചെയ്തതായിരിക്കണം. കാരണം പിന്നീട് കുറേ പേരെ ഉൾപ്പെടുത്തുന്നു, കുറേ പേരെ ഒഴിവാക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പോക്സോ കേസിൽപ്പെട്ട മോൺസന്റെ മറ്റൊരു ജീവനക്കാരനെ, അവനെ ഈ കേസിൽ ഉൾപ്പെട്ടതിൻ്റെ ശേഷം മറ്റ് ജീവനക്കാർ പോലീസിന്റെ എല്ലാ ഇംഗിതത്തിനും, അതായത് പോലീസ് അവരെ കൊണ്ടുപോയി പിന്നെ ഈ പറയുന്ന ഇവർക്ക് ഇതിൽ ഉൾപ്പെടുത്തുന്ന ആളുകൾക്കെതിരെ സ്റ്റേറ്റ്മെന്റ് കൊടുപ്പിക്കുകയാണ്. അപ്പൊ അവർ പേടിച്ച് അരണ്ട് പോയി കൊടുക്കുകയാണ്. അവരെ പോലീസ് പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചിട്ട് പെൺകുട്ടികളെ കൊണ്ടും ഇരകളെ ഇതിലുള്ള ആളുകളെ കൊണ്ടും മൊഴി കൊടുപ്പിക്കുകയാണ് പേടിപ്പിച്ചിട്ട്. സാധാരണക്കാരായ ആളുകൾക്ക് അവര് പറയുന്നത് തന്നെ, ഞാനൊരു പെൺകുട്ടി എനിക്കൊരു ആത്മഹത്യാക്കുറിപ്പ് അയച്ച് മെസ്സേജ് അയച്ചു. അങ്ങനെ ഞാനൊരു പെൺകുട്ടീനെ കണ്ടിരുന്നു. അവരെന്നോട് പറഞ്ഞത് പ്ലാൻ എ ഉണ്ട്, പ്ലാൻ ബി ഉണ്ട്. പ്ലാൻ എ എന്ന് പറയുന്നത് നിങ്ങൾ പരാതി തന്നാൽ നിങ്ങളെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും. പ്ലാൻ ബി എന്ന് പറയുന്നത് നിങ്ങൾ പരാതി തന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ ഈ കേസിൽ പ്രതിയാക്കും. അതെങ്ങനെ അവരെ ഭീഷണിപ്പെടുത്തുന്നത്? ജീവനക്കാരുടെ അക്കൗണ്ടിലായി പരാതിക്കാരൊക്കെ പണം ഇട്ട് കൊടുത്ത്, അപ്പൊ നിങ്ങൾ വാങ്ങി എന്ന് പറഞ്ഞ് നിങ്ങളെ പ്രതി ചേർക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ പേടിക്കുകയാണ്. എന്നിട്ട് പിന്നെ പോലീസ് ഇത്തരത്തിലുള്ള കേസുകൾ എടുക്കുക. ഇപ്പം ഞാനത് ഒന്നുകൂടി തുറന്നു പറയാൻ കാരണം, ഇന്നൊക്കെ ഡിവൈഎസ്പിയുടെ പ്രസ്താവനയിൽ നിന്ന് നമ്മൾ മോൺസനെ സംരക്ഷിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ മോൺസന് അനുകൂലമായും എന്നുള്ള രീതിയിൽ നമ്മൾ മൂടി വെച്ച് വന്ന കാര്യങ്ങളത്. പക്ഷെ ഇന്നിപ്പോൾ തുറന്നു പറയാതെ നിവൃത്തിയില്ല. ഞങ്ങൾക്ക് വേറെ എന്ത് നിർവാഹമുണ്ട്? പൊതുസമൂഹം തന്നെ ഇത് അറിയട്ടെ. കേസിലൊന്നും ഞങ്ങൾക്കൊരു പേടിയില്ല. അദ്ദേഹം കാരണം ഇവിടെ ഈ രാജ്യത്ത് പോലീസ് സംവിധാനം എന്ന് പറയുന്നത് അതാത് സർക്കാരുകൾക്ക് കീഴിലുള്ള, അതിൻ്റെ അപ്പുറത്ത് ഇവിടെ കോടതിയുണ്ട്. ഇനി അങ്ങോട്ടുള്ളത് മൊത്തം നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാനാണ് ഞങ്ങളും തീരുമാനിച്ചത്. ഞങ്ങളെ കേസ്, ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ അടുത്ത മാസം 8-ാം തീയതി പോലീസ് ഹരാസ്മെന്റ് പെറ്റീഷൻ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. വരുന്ന 2-ാം തീയതി ഈ പറയുന്ന വിജിലൻസിന്റെ കേസ് പരിഗണിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് അടുത്ത ആഴ്ച CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഞാനും മറ്റൊരു പരാതിക്കാരനും കൂടി ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്.
അപ്പൊ ഈ കേസുകളൊക്കെ ഹൈക്കോടതിയിൽ ഞങ്ങൾ ഫയൽ ചെയ്തിട്ട് അതിന്റെ ഫോളോ അപ്പ് കൃത്യമായി നടത്തിയാൽ അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാൻ. ഇപ്പോൾ വിജിലൻസിൽ തന്നെ ഞങ്ങൾ കൊടുത്ത പരാതിയിൽ അല്ലെങ്കിൽ YR റസ്റ്റം DYSP തന്നെ പറഞ്ഞത് എന്താ, ഇത് ഇരകൾക്ക് അവർ തന്ന പണം ഞാൻ കൊടുത്തു എന്നാണ്. ഇരിക്കട്ടെ, ഈ രാജ്യത്ത് ഒരു പീഡന കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസിൽ വിധി പറഞ്ഞ് മജിസ്ട്രേറ്റ് അല്ലേ ഇരകൾക്ക് എന്ത് വേണം, എന്ത് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഇത് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പരാതിക്കാരോടും മറ്റുള്ളവരും പിരിവെടുത്ത് കൊടുക്കേണ്ട എന്ത് കാര്യമാണുള്ളത്? അപ്പൊ അവരുടെ പല താല്പര്യങ്ങൾക്കും പല വിഷയങ്ങൾക്കും ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതിന്റെ പ്രത്യുപകാരമോ അല്ലെങ്കിൽ ഇവരുടെ അണ്ടറിൽ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ചെലവോ ആയിരിക്കണം അത്. ഇവരെ ചിലപ്പം വീട് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഈ കേസ് വന്നതിന്റെ തൊട്ടടുത്ത ദിവസം ഈ പരാതിക്കാരിയുടെ വീട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇവര് മറ്റാരും അങ്ങോട്ട് എത്താതിരിക്കാനൊക്കെ ആയിരിക്കണമല്ലോ. അപ്പൊ അതിൻ്റെയൊക്കെ ചെലവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ കൊടുക്കാനും പരാതിക്കാരിൽ നിന്ന് ഭിന്നത സൃഷ്ടിച്ചെന്തിനാ? യാക്കൂബിൽ നിന്ന് ഈ പണം വാങ്ങുമ്പോൾ ഓരോ മനുഷ്യനും ഓരോ സ്വഭാവങ്ങളാണല്ലോ. യാക്കൂബിന്റെ ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് ഈ കേസിൽ പണം നഷ്ടപ്പെട്ടു, പ്രോപ്പറായിട്ട് അന്വേഷിച്ച് തിരിച്ചു കിട്ടാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ DYSP പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടുപോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പോലും പറഞ്ഞില്ല. പിന്നീട് ഈ വിഷയങ്ങൾ അറിഞ്ഞപ്പോൾ ഒരു ഘട്ടത്തിലാണ് എന്നോട് പറഞ്ഞത്. അനൂപിനോട് ഞാൻ നിരന്തരം വിളിച്ചു ചോദിച്ചു. അപ്പോൾ അനൂപ് പറഞ്ഞത് അത്തരം വിഷയങ്ങളിലേക്ക് ഞാൻ ന്യായമായും സംശയിക്കുന്നു. ഇതിൽ പരാതിക്കാരനായ അനൂപ് അതേപോലെ മറ്റുള്ള ആളുകളോടൊക്കെ ഇവർ പണം വാങ്ങിയിട്ടുണ്ടോ? പരാതി തരാൻ തയ്യാറായ ആളുകളിൽ നിന്ന് മാത്രമല്ല നമുക്ക് പരാതി കൊടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ അടുത്ത് പിന്നെ ഞാൻ തുടക്കം മുതലേ ഈ കേസിൽ ഇവരുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ നടപടിയെടുക്കും. കാരണം ഈ കേസ് സോജൻ അന്വേഷിച്ച് അന്ന് മുതലേ അന്വേഷണ സംഘത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് പണം ചോദിക്കാനോ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ അവർ വരാറില്ല. പിന്നെ ഈ യാക്കൂബും ഇവരും ചില കാര്യങ്ങൾ ഇവരുമായിട്ട് സംസാരിക്കുന്നതും ഇതുമൊക്കെ നമ്മൾ വീക്ഷിക്കുമ്പോഴും അവരെന്നോട് അതിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞതിനോട് നമ്മളത്, കാരണം ഇത് 6 പേര് ഒന്നിച്ചു കൊണ്ടുപോയി കൊടുത്തതല്ല. അനൂപ് പണം കൊടുക്കുമ്പോൾ മോൺസനെ എനിക്ക് പരിചയം പോലും ഇല്ല. ഇത് പരാതി കൊടുക്കുന്ന ഘട്ടത്തിൽ 6 പേരെ ഞങ്ങൾ സംഘടിപ്പിച്ചതാണ്. പരാതിയുള്ള ആളുകൾ ആരൊക്കെ ഉണ്ടോ നമുക്ക് പരാതി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട്. ഇനി ഇതിൽ പരാതിക്കാരനായ ഏതെങ്കിലും ആളുകളുടെ ഹവാല പണം ഉണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് അത് നടപടി സ്വീകരിച്ചോട്ടെ. കാരണം ഞങ്ങളാരും പരസ്പരം എന്തെങ്കിലും ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ കേസ് കൊടുത്തവരല്ല. ഇത് കേസ് കൊടുക്കുന്ന ഘട്ടത്തിൽ അനൂപിനെ സമീപിച്ചു, യാക്കൂബിനെ സമീപിച്ചു, സലീമിനെ സമീപിച്ചു, സിദ്ദീഖിനെ സമീപിച്ചു. കേസ് കൊടുക്കാൻ തയ്യാറായി. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അവരവരുടെ വിഷയങ്ങൾ എഴുതി തയ്യാറാക്കി ഒന്നിച്ചൊരു പരാതി കൊടുത്തതാ. അനൂപ് പണം കൊടുക്കുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ KPCC പ്രസിഡന്റ് ഇതിൽ 2ാം പ്രതിയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ മോൺസന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടുമില്ല. അത് അനൂപിന്റെ ഈ പരാതിക്കാരിൽ അനൂപ് മാത്രമാണ് അദ്ദേഹത്തെ കണ്ടത്. IG ലക്ഷ്മണൻ ഇതിൽ പ്രതിയാണ്. അദ്ദേഹത്തെ ഞങ്ങൾ 6 പേരും കണ്ടിട്ടില്ല. മോൺസന്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ മോൺസന്റെ ഇടപാട് നടക്കുന്ന സമയത്ത് എവിടുന്നു. അദ്ദേഹം ഈ കേസ് കൊടുത്തപ്പോൾ ഒരു മോൺസനായിട്ട് ഫോൺ സംഭാഷണം നടത്തുമ്പോൾ നമ്മളതൊരു വീഡിയോയിൽ ചിത്രീകരിച്ചു. അത് പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തെ, ഞങ്ങളുടെ പരാതിയിൽ IG ലക്ഷ്മണന്റെ പേര് പോലും ഇല്ല. പിന്നെ DIG സുരേന്ദ്രൻ, ഞാൻ മോൺസന്റെ വീട്ടിൽ നിന്നും കണ്ടിട്ടില്ല അദ്ദേഹത്തെ. ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് യാക്കൂബ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയ ഒരു വിഷയമാണ്. അങ്ങനെ ഓരോ ആളുകളുടെ വന്ന വിഷയങ്ങളാണിത്. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ മോൺസന് കൊടുത്തു എന്ന് പറയുന്ന പണം അതിൻ്റെ ഇപ്പോൾ ഹവാല എന്ന് പറയുന്നത് അതിനൊക്കെ കറക്റ്റ് സോഴ്സും കാര്യങ്ങളും നമ്മൾ കൊടുത്തതാണ്. നമ്മളതൊക്കെ കൊടുത്ത ED ഈ കേസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. ഇത് കള്ളപ്പണമാണോ ഹവാലയാണോ? ഇപ്പം ഈ റസ്റ്റത്തിനെതിരെ എൻഫോഴ്സ്മെന്റ് പരാതി കൊടുക്കുന്നു എന്ന് പറയുന്നത് നാളെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഈ റസ്റ്റം ഹവാല പണം എന്ന് പറഞ്ഞ സ്ഥിതിക്കും മാത്രവുമല്ല റസ്റ്റത്തിന്റെ ഈ ഇടക്കാലത്തുള്ള ഈ ട്രാൻസാക്ഷനെ കുറിച്ചിട്ടും EDയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ED ഞങ്ങളെ ഈ കേസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിളിക്കുന്നു ചോദിക്കുന്നു ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാൻ നാളെ താൻ പറഞ്ഞിട്ടുണ്ട്. നാളെ പോയിട്ട് അത് കൊടുക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് റസ്റ്റത്തിനെതിരെ ഞാൻ മുഖ്യമന്ത്രിക്കും ഇവർക്കും കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ സർക്കാർ തന്നെ സ്പെഷ്യൽ ബെഞ്ചിനെ കൊണ്ടും അന്വേഷിപ്പിക്കുന്നുണ്ട്. അവരും വിളിച്ചിരുന്നു, മൊഴി കൊടുക്കണം, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നീതി കിട്ടുമോ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇവിടുത്തെ സംവിധാനങ്ങൾ വിളിക്കുമ്പോൾ മാനിക്കുക പോവുക എന്നുള്ളതുള്ളൂ. അതിലൊക്കെ അപ്പുറം കോടതിയിൽ ഞങ്ങളിത് വ്യക്തമായി നേരിടാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് MT ഷമീർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും സുധാകരൻ, KPCC സംസ്ഥാന പ്രസിഡന്റ് സുധാകരനെതിരെ കള്ളക്കേസാണ്, കള്ളത്തെളിവുകളാണ് എന്ന് അദ്ദേഹം തീർത്ത് പറഞ്ഞിരിക്കുന്നു.
ഇതേപോലെ തന്നെ റസ്റ്റം എന്ന് പറയുന്ന പോലീസ് ഓഫീസർ കള്ളക്കേസുകളാണ് എടുപ്പിച്ചിരിക്കുന്നത്. പെൺകുട്ടികളെ നിർബന്ധിച്ച് കേസെടുപ്പിക്കുന്നു, അവരോട് കള്ളമൊഴി കൊടുക്കാൻ പറയുന്നു, അതോടൊപ്പം അദ്ദേഹം കൈക്കൂലി വാങ്ങിയിരിക്കുന്നു. ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റിൽ ഈ കേസ് എത്താൻ പോവുകയാണ്. എന്തായാലും ഇവിടെ ഈ കേസ് അവസാനിക്കുന്നില്ല. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അത് വരും എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. നന്ദി, നമസ്കാരം.